കുട്ടി ഇങ്ങോട്ട് ഇരുന്നോളൂ. മോളിരിക്കെ. ഇരിക്കൂ. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഠ സംഭൂതാ ദേവകാര്യ സമുദ്യതാ ചിദഗ്നികുണ്ഠ സംഭൂതാ ദേവകാര്യ സമുദ്യതാ സർവശക്തിമയി സർവമംഗളാ സർവനേത്രദാ സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി മോനെ, ഇനി നീട്ടിക്കൊണ്ടുപോയ കാര്യങ്ങൾ കൈവിട്ടു പോയെന്നിരിക്കും. ശാരദാമ്മ, ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോ എങ്ങനെ അമ്മയോട്? പിന്നെ എന്ത് ചെയ്യാനാ? നിങ്ങളെ കൊണ്ടത് പറയാൻ സാധിക്കില്ല വിഷ്ണുവേട്ടാ. നിങ്ങൾ വിചാരിച്ച ഒന്നും നടക്കില്ല. ഇനി അവിടെ നടക്കേണ്ടത് എന്താണെന്ന് സുസ്മിത തീരുമാനിക്കും. സുസ്മിത. ഇനി ചടങ്ങിന്റെ അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കാം. ശാരദാമ്മേ, വാ, തുടങ്ങി വെക്കേ. അല്ല, വേണ്ട സത്യാമ്മേ, സത്യാമ്മ തന്നെ ആവട്ടെ ആദ്യം. അതാ ഭാമ അതിന്റെ ഒരു ശരി. ഭാമയ്ക്കായിരുന്നല്ലോ ശാലിനിക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ ഏറ്റവും ആഗ്രഹം. അപ്പൊ തുടങ്ങിക്കോട്ടെ. വീണ പാടും വീണമായി അകതാരിലോറും വിരഹാർദ്രഗീതമേ നാളെ നീ താളമായി. സത്യാമ്മേ, ഇത്
ഇതേപോലെ ഇനിയും കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിക്കും മോളെ. മഴമേഘമേതോ തീരം പുനരാനി മനതാരിലെങ്ങോ ശാരദാമ്മേ വാ. മലർമേത്തതൻ ഇടനെഞ്ചിൽ ശാരദാമ്മ വന്നോളൂ. രതിഭാവമേ നീ ഇടനെഞ്ചിലേറിയ രതിഭാവമേ നീ ഞാൻ പ്രഗ്നന്റ് അല്ല അമ്മ. അമ്മയുടെ മകൾ ശാലിനി പ്രഗ്നന്റ് അല്ല അന്ന്. വീണമായി പകതാരിനോരം ചടങ്ങുകൾ ചെയ്യൂ. ഗീതമേ നാളെ നീ താളമായി നിഴലായി വീണ്ടും നിറദീപനാളമേ വീണ പാടും ഈണമായി ആ ശാരദാമ്മ അനുഗ്രഹം. പൊറുക്കണം അമ്മ. അമ്മ. ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇതെന്താ സത്യഭാമ ഇങ്ങനെ? സാധാരണ സീമന്തത്തിന് പെണ്ണിനെ ആശീർവദിക്കാനും ആശംസിക്കാനും എല്ലായിടും മത്സരിക്കുക പെണ്ണുങ്ങള്. ഇവിടെ ഇപ്പൊ എല്ലാത്തിനും ഒരു മടി പോലെ. ഏയ് ഇവിടെ ആർക്കും അവകാശം കൂടുതലെന്ന് സംശയമോ? ഓരോരുത്തരും സ്വയം ഒഴിഞ്ഞു നിൽക്കുന്നതാ. ദാ, ഇത് കണ്ടില്ലേ? ഇവര് രണ്ടുപേരും ശാലിനിയുടെ കൂടെ പിറപ്പുകളാ. ദേ, ഈ ശ്യാമ ശാലിനിയുടെ കുഞ്ഞനീത്തി മാത്രല്ല, ഇവിടുത്തെ രോഹിത്തിന്റെ ഭാര്യ കൂടിയാ. അതുപോലെ തന്നെ ചങ്കു പറിച്ചു കൊടുക്കുന്ന സ്നേഹമാ ശാലിനിക്ക് ഈ മൂത്ത ചേച്ചിയോട്. പക്ഷേ ഇവരെക്കാളൊക്കെ ഈ സീമന്തത്തിൽ ശാലിനിക്ക് മേൽ അവകാശം മറ്റൊരാൾക്കാണെന്നേ ഞാൻ പറയൂ. അതാർക്കാ? ദേ, അത് ഇവൾക്കാ. ഇവള് ഗർഭിണിയായിരുന്നപ്പോ ഞാൻ പോലും അറിയാതെ എന്നേക്കാൾ കരുതലിലും കാവലിലുവാ ദേ ഇവളെ ശാലിനി നോക്കിയിരുന്നത്. പ്രീതി ഗർഭിണിയാണെന്ന് എന്നെ അറിയിക്കാതിരിക്കാൻ താനാണ് ഗർഭിണിയെന്ന് പോലും ശാലിനി പറഞ്ഞു. പ്രഗ്നന്റ് അല്ലാത്ത ഗർഭിണിയാണെന്ന് പറഞ്ഞ്
എന്നെ കബളിപ്പിച്ചവളാ ഇവള്. പ്രീതിക്കാണ് ഗർഭമെന്ന് അന്ന് കൺഫേം ചെയ്തത് ഞാനല്ലേ ഭാമേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? നമുക്ക് ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാം. എന്തിനാ വേറെ ഡോക്ടർ? ഞാൻ ഡോക്ടറല്ലേ, ഞാൻ പരിശോധിക്കാം. പ്രീതി, പ്രീതി, പ്രീതിക്ക് എന്താ സംഭവിച്ചത്? ഒരു പ്രശ്നമില്ല. ഷീസ് ക്യാരിയിങ്. പ്രീതി ഗർഭിണിയാ. അതെ, അതുകൊണ്ട് വലിയ ദുരന്തങ്ങൾ ഒഴിവായി. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാറുവിനെ കിട്ടി. അങ്ങനെ ഗർഭിണിയല്ലാതെ അമ്മയാകാൻ പോകുന്നു പറഞ്ഞ് എന്നെ കബളിപ്പിച്ച് മെഡിക്കുന്ന സീമന്തവാ. ഇവളുടെ കുഞ്ഞിനെ പ്രസവിക്കാതെ തന്നെ അമ്മയായവള ശാലിനി. അതുകൊണ്ട് ശാലിനിക്കൊരു കുഞ്ഞു പിറക്കുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഇവളായിരിക്കും. ചെല്ല്. ചെല്ല്. ആഹാ, നിങ്ങളെന്താ വൈകിയത്? ഒരല്പം താമസിച്ചു മാമേ. അല്ല, മാലതി എവിടെ? അവൾക്കൊരു അർജന്റ് കോള് വന്നു. അവൾ അങ്ങോട്ട് പോയി. നിങ്ങൾ ഇരിക്കേ. ശരി. എന്താ സത്യഭാമേ, ആർക്കും ഒരു പ്രസന്നതയില്ലല്ലോ. നമുക്കൊരു പാട്ടായാലോ? പാട്ട് ഞാൻ പാടിയാ മതിയോ? ആഹാ അർമാദം, ആർക്കും അർമാദം. എന്ന ലൈനിലൊരു പാട്ടായാലോ?
ചീത്തയൊന്നും പറഞ്ഞതല്ല അങ്കിളെ. പുതിയൊരു പാട്ടാ. ആ അല്ലെങ്കിൽ കള്ളി പെരുങ്കള്ളി ആയാലോ? ഇത് ഞാൻ സ്വന്തമായിട്ട് എഴുതി മ്യൂസിക് ചെയ്ത പാട്ടാട്ടോ. റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ. ലോഞ്ചിങ് ഇന്ന് ഇവിടെ ആക്കിയാലോ എന്നൊരു ആലോചനയുണ്ട്. ആ ഇറങ്ങി പോടി ഇവിടുന്ന്. നിന്നെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? ശ്ശേ, ഇതെന്ത് മര്യാദ ആന്റി? ഒരാള് വന്നൊരു ചടങ്ങിനെ ക്ഷണിക്കുക, ക്ഷണം സ്വീകരിച്ച ആളെത്തുമ്പോ ഇറങ്ങിപ്പോവാൻ പറയാ. ഇതാണോ സത്യഭാമയുടെ വീട്ടിലെ മര്യാദ? മര്യാദ ഞാൻ കാണിച്ചു തരാടി. ഇറങ്ങടി ഇവിടുന്ന്. വിഷ്ണു, ക്ഷണം ഉണ്ടായിട്ട് തന്നെ അവള് വന്നത്. ഞാൻ സരളയെ ക്ഷണിച്ചിരുന്നു. ഭാമേ, ഇവൾക്ക് ക്ഷണം ഉണ്ടെങ്കിലേ ഇവൾക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാം. പിന്നെ അതുപോലുള്ള നിന്റെ അഭ്യാസ പ്രകടനമൊന്നും വേണ്ട കേട്ടോ. അയ്യോ അങ്കിളെ, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല. കല്യാണം കഴിഞ്ഞതോടെ ഞാനങ്ങ് ഒതുങ്ങിപ്പോയി അങ്കിളെ. അമ്മാതിരി ഒരു മുതലിനെയല്ലേ വിഷ്ണുവേട്ടനും ശാലിനിയും കൂടെ എനിക്ക് കണ്ടുപിടിച്ച് തന്നത്. അയാൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെ എനിക്ക് സമയമില്ല. എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഗ്യാപ്പ് കിട്ടണ്ടേ? അതുകൊണ്ടല്ലേ ഇത്രയും സ്നേഹമുള്ള നിങ്ങളെപ്പോലും കാണാൻ എനിക്ക് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്. ആ ശരി, നീ പോയി എവിടെയാണ് നിൽക്കാൻ നോക്കുമ്പോ. ശരി. കള്ളി. ശാരിക വന്നേ. വിഷ്ണുവേട്ടൻ എന്തേലും പറഞ്ഞോ? പേരും കള്ളിന്ന് വിളിച്ചത് നിന്നെ തന്നെ അടി. ആ, ഞാനാണോ പെരുങ്കള്ളി? അതോ ഈ ഇരിക്കുന്നോളാം? ഗർഭമില്ലാതെ സീമന്ത ചടങ്ങ് നടത്തുന്നതേ നിങ്ങളുടെ ഭാര്യ. ഭാമേ, ചടങ്ങ് എടുക്കട്ടെ. മോളെ ശരിയേ, നീ വന്നേ, വാ വാ. നിക്ക്. സുസ്മിത, ആന്റി വിളിക്കുന്ന എനിക്ക് അറിയായിരുന്നു. എന്താ ആന്റി? എന്താ നീ പറഞ്ഞത്? ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കാതെ പോവായിരുന്നു ആന്റി. വിഷ്ണുവേട്ടൻ എന്നെ പ്രകോപിപ്പിച്ചോണ്ടാ ഞാൻ. എന്താ നീ പറഞ്ഞെന്നാ ഞാൻ ചോദിച്ചേ. വിഷ്ണുവേട്ടൻ എന്നെ പെരുങ്കള്ളിന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനല്ല, വിഷ്ണുവേട്ടന്റെ ഭാര്യ ശാലിനിയാ പെരുങ്കള്ളിന്ന്. അതിനിടയിൽ നീ വേറെന്തോ പറഞ്ഞു.
തന്നെ